വിർജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. വിർജിനിറ്റി എന്ന മിത്താണ്. ഹൈമൻ എന്ന് പറഞ്ഞ കന്യാചർമ്മം അതുള്ളതാണ്, മിത്തല്ല. ഹൈമനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കൺസെപ്റ്റുകളൊക്കെ മിത്താണ്. എന്തുകൊണ്ടാണ് ഒരു ഗ്രേറ്റ് സെക്സ് നടന്നിട്ട് പോലും അവർക്കൊന്നും തോന്നാത്തത്? മാസ്റ്റുർബേഷൻ ചെയ്ത് അതിന്റെ പീക്ക് സ്റ്റേജിൽ അതിന്റെ എല്ലാ സ്റ്റേജിലുള്ള രസവും കിട്ടിക്കഴിഞ്ഞു, പിന്നെ ഒന്നിലും രസമില്ലാത്തൊരവസ്ഥ. സെക്ഷൽ അനീഡോനിയ എന്നാണ് പറയുന്നത്. ശരിക്കും സ്കേർട്ടിംഗ് എന്താണ്? ബ്ലാഡറിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് ഇതിന് കാരണം. സ്കേർട്ടിംഗ് നടന്നു കരുതി അവർക്ക് ഓർഗാസം നടന്നു നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവർക്കൊരു സെക്ഷൽ നല്ലപോലെ പ്ലഷർ ഉണ്ടായി എന്നുള്ളതാണ്. എത്ര പ്രസ് ചെയ്താലും ബ്രസ്റ്റിന്റെ സൈസ് വലുതാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതൊരു മിത്താണ്. നമുക്കൊരു വ്യക്തിയോട് സെക്സ് ചെയ്യണമെന്നും ചെയ്യില്ലെന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ദം. അവർക്കൊരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സെക്സ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ സെക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ നല്ലത് ചീത്ത ഒന്നുമില്ല. സെക്സ് ചെയ്യുന്നതിനും വിരോധമൊന്നുമില്ല. പിഗ്മെന്റേഷൻ ഈസ് നോർമലാണ്. അത് പ്രൈവറ്റ് പാർട്ടിന്റെ അവിടെ മാത്രമല്ല, പ്യൂബിക് ഏരിയയിലും ഇന്നർ തൈയിലും ജെനിറ്റലിലും ഉള്ള ഡാർക്ക്നെസ് ക്വൈറ്റ് നോർമലാണ്. ലീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു ബിജു മനോന്റെ. ആ സിനിമയില് ഒരു ആനയുടെ, ഒരു മൃഗത്തിന്റെ മുന്നിന്നാണ് ഒരു പെൺകുട്ടിയെ സെക്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എഴുത്തുകാരൊക്കെ വലിയ രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടൻ വിനായകൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് കരുതി ഇങ്ങനെ ഒരു ലൈഫ് ഇല്ലെന്ന് കാണുന്നവരാണ്. അവനവന്റെ ജീവിതം വച്ചിട്ടാണ് അവർ കാണുന്നത്, ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്.